നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അയ്യോ ശബരി 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 എന്തുപറ്റി നിനക്ക്? അകത്ത് എന്താ മോനെ നടക്കുന്നത്? എന്താ പറ്റിയേ മോളെ? എന്താ ശബരി, എന്താ ഇവിടെ ഉണ്ടായേ? അകത്തെ ശബ്ദം കേട്ട മനസ്സിലാവില്ല ചേച്ചി. ദയ വീണ്ടും വയലന്റ് ആയിരിക്ക. അയ്യോ, ഇത്തവണ മോൻ എവിടെയാന്ന് ചോദിച്ചിട്ടാ. അങ്ങോട്ട് ഞാൻ പറയുന്നത് ഒന്നും അവൾക്ക് കേൾക്കണ്ട. കൈ കിട്ടിയ ഒരു ഗ്ലാസ് എടുത്ത് അവളെ തലക്കെറിഞ്ഞു. ഡോക്ടറെ ആക്രമിക്കാൻ നോക്കി. ഒരു വിധത്തിലാ എല്ലാവരും അവളൊന്ന് പിടിച്ചു നിർത്തിയ. ഈശ്വര, എന്താ എന്താ പെട്ടെന്ന് ഇങ്ങനെ എന്റെ കുട്ടിക്ക് പറ്റിയത്? വീട്ടിലായിരുന്നപ്പോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. ശബരി നോക്കട്ടെ, നിന്റെ നെറ്റി മുറിഞ്ഞിട്ടുണ്ടല്ലോ. കണ്ണിന് കൊള്ളാതിരുന്ന ഭാഗ്യം. ഡോക്ടറെ, എന്താ ഡോക്ടറെ എന്റെ മോൾക്ക്? അവൾ എന്താ ഇങ്ങനെയൊക്കെ? പേടിക്കാതെ മാഷേ, ദേ ഇവിടെ ആയതുകൊണ്ട് കുഴപ്പമില്ല. അവളുടെ ട്രീറ്റ്മെന്റ് ഇന്നു മുതൽ ആരംഭിച്ചതായിട്ട് കൂട്ടിയാൽ മതി. കൂടി വന്ന 10 ദിവസം, അതിനുള്ളിൽ പഴയ ദേയമോളെ മാഷിന് ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോവാം. അയ്യോ, അതുവരെ അവൾ ഇവിടെ നിർത്താനാണോ ഡോക്ടർ? അത് വേണ്ട ഡോക്ടർ. എന്റെ മോളെ ഇവിടെ അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഞങ്ങൾ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാം. ഞാനും എന്റെ മോളും കൂടി അവളെ കൃത്യമായിട്ട് നോക്കിക്കോളാം. ഡോക്ടർ, ആ മെഡിസിൻ എന്താണെന്ന് വെച്ചാൽ കുറിച്ച് തന്നാൽ മതി, ഞങ്ങൾ കൊടുത്തോളാം. മാഷിനെ പോലൊരാൾ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനാ? മോളുടെ അവസ്ഥ കണ്ടില്ലേ? അവളെ നമുക്ക് രക്ഷിക്കണ്ടേ? പക്ഷെ ഡോക്ടർ, എന്റെ മോളവള് ശബരി. ഡോക്ടർ, ദയെ ഇവിടെയുള്ള സമൂഹം ഒരു മനോരോഗിയായിട്ട് കാണുമെന്നുള്ള പേടിയാണ് അച്ഛന്. അതിനായിട്ടില്ലല്ലോ മാഷേ. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ദയ പോവാതിരിക്കാനല്ലേ മാഷേ നമ്മൾ ട്രീറ്റ്മെന്റ് തുടങ്ങുന്നത്. എന്നാലും എന്റെ മോളെ ഇവിടെ കിടത്തി ചികിത്സിക്കേണ്ട ഡോക്ടർ. എനിക്കത് സഹിക്കാൻ പറ്റില്ല. ഞങ്ങൾ അവളെ ഇവിടുന്ന് കൊണ്ടുപോയിക്കോളാം. അതെ ഡോക്ടർ, അവളെ വീട്ടിൽ കൊണ്ടുപോയി ഞങ്ങൾ എല്ലാവരും അവളുടെ ചുറ്റിനും ഇരുന്ന് സമാധാനിപ്പിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അതെ, ഞങ്ങളത് ചെയ്തോളാം ഡോക്ടർ, ഞങ്ങൾക്ക് അതിന് പറ്റും. അതെ. പിന്നെ എന്താ അമ്പിളി ചേച്ചി, ഇതുവരെ നിങ്ങൾക്ക് അതിന് പറ്റാതെ പോയത്? എന്തിനു വേണ്ടിയിട്ടായിരുന്നു ദയെ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? ഇത്രയൊന്നും ഞങ്ങൾ ഇതുവരെ പ്രതീക്ഷിച്ചില്ല ശബരി. ഇനി ഞങ്ങൾ അത് മനസ്സിലാക്കി ദയെ പരിചരിച്ചോളാം. മോളെ അമ്പിളി, നീ രഘുവിനെ വിളിച്ച് വണ്ടിയായിട്ട് വേഗം അങ്ങോട്ട് വരാൻ പറ. നമുക്കിപ്പോ തന്നെ തിരിച്ചു പോവാം. അല്ല അമ്പിളി ചേച്ചി, വേണ്ട. ദേ ഈ അവസ്ഥയിൽ ഇവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. അവളെന്റെ ഭാര്യ, എന്റെ മകന്റെ അമ്മയാ. ഞങ്ങൾക്ക് അവളെ പഴയ ദയായിട്ട് തിരിച്ചു വേണം. അപ്പൊ ഞങ്ങൾക്ക് ആർക്കും അവിടെ ആവശ്യമില്ലെന്നാണോ ശബരി പറയുന്നത്? എന്തത്? ദയെ കൈവിട്ട് കളയാൻ ഞങ്ങൾക്ക് പറ്റാത്തോണ്ടല്ലേ മോനെ? മോനെ, അവളെ ഞങ്ങൾ കൊണ്ടുപോകുന്നു പറഞ്ഞത് അതുകൊണ്ടാ. അച്ഛൻ അവളെ കൂട്ടിക്കൊണ്ടുപോയി സ്നേഹം കൊടുത്ത് പൂട്ടിയിടാനല്ലേ പറ്റൂ. അല്ലാതെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റോ? പറ്റില്ലല്ലോ. നിങ്ങൾക്കെല്ലാവർക്കും പഞ്ചരത്നം വീട്ടിലെ 5 കിളികളില് ഒരു കിളിയായിട്ട് ദയെ വളർത്തിയാ മതി അല്ലേ? പക്ഷെ എനിക്കും എന്റെ മോനുവേ അത് പോരാ. മോനെ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും കാവലാവേണ്ടവളാ ദയ. അവളെ ഞങ്ങൾക്ക് ആ രീതിയിൽ മാറ്റിയെടുക്കണം. മാറ്റിയെടുത്തേ പറ്റൂ. ദയവേത് ആരും അതിന് തടസ്സം നിൽക്കരുത്. ആരും. മോനെ ശബരി. അതെ അച്ഛ, സ്നേഹം കൂടിപ്പോയതിന്റെ കുഴപ്പം കൂടിയാ അവളുടെ ഈ നിലയ്ക്ക് കാരണമെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഇനി ആ ചികിത്സ പോരെ ദയക്ക്. എന്റെ ഭാര്യയെ എനിക്ക് വിട്ടു തന്നേക്ക്, ഞാൻ നോക്കിക്കോളാം. ശബരി, നീ എന്താ അച്ഛനോട് ഇങ്ങനെയൊക്കെ പറയുന്നേ? അച്ഛൻ 20 വർഷം വളർത്തിയതിന് ശേഷമാ അവള് നിന്റെ ഭാര്യയായത്. അമ്പിളി, അച്ഛൻ അങ്ങനെയല്ല. അച്ഛനേക്കാൾ സ്ഥാനം ഒരു പെണ്ണിന്റെ ജീവിതത്തിൽ ഭർത്താവിനുണ്ട്. ഡോക്ടറെ, ശബരി പറഞ്ഞ തന്നെയാണ് ശരി. സ്നേഹമാണെങ്കിലും അത് അളന്നു കൊടുക്കണം. അധികമായാൽ അമൃതും വിഷമാണെന്ന് നമ്മൾ പറയാറില്ലേ? ശബരിക്ക് ഡോക്ടറിലാണ് വിശ്വാസം. ദയെ മാറ്റിയെടുക്കാമെന്ന് ഡോക്ടറും പറയുന്നുണ്ട്. അത് കേൾക്കാതെ കുറച്ചു സമയം ഞാനൊരു അച്ഛൻ മാത്രമായി പോയതാ.
എന്നോട് ക്ഷമിക്കണം ഡോക്ടർ. അച്ഛാ കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ചികിത്സ കൊടുത്ത് ഡോക്ടർ അവളെ ഞങ്ങൾക്ക് തിരിച്ചു തരണം. അച്ഛാ നമ്മുടെ ദയ അതിനുവേണ്ടി എന്ത് ചെയ്യാൻ ശബരിയോടൊപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും അല്ലേ മോളെ? അച്ഛാ ഓക്കെ മാഷെ, അച്ഛാ കരയല്ല അച്ഛാ. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇനിയെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം. ധൈര്യമായിട്ടിരുന്നോളൂ. അച്ഛാ കരയല്ല അമ്പിളി, അച്ഛാ. നമ്മുടെ ദയ മോള്. മോനെ, അച്ഛനുണ്ട്, ഞങ്ങൾ എല്ലാവരും ഉണ്ട് മോനെ. വാ, വാ, വാ. മനുട്ടന്റെ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല. നമ്മളെല്ലാരും അമ്മയുടെ ഒപ്പം ഉണ്ട് കേട്ടോ. നമ്മളെല്ലാരും മുത്തച്ഛനുണ്ടാവും കൂടെ. ഈശ്വര, എന്റെ മോളെ രക്ഷിക്കണേ. അല്ല, ഞാൻ തന്ന സ്വർണത്തിന്റെ തൂക്കം നിങ്ങൾ ഇതുവരെ എടുത്തില്ലേ? മാനേജർ, സാർ, വെയിറ്റ് നോക്കി മാഡം. മൊത്തം 818 ഗ്രാം ഉണ്ട്. സ്റ്റോണിന്റെ 18 ഗ്രാം കുറച്ച് കഴിഞ്ഞാൽ പിന്നെ 800 ഗ്രാം ഉണ്ട്. അതായത് 100 പവൻ. ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഇവിടുന്ന് 25 ലക്ഷം വരെ തരാം. ആ പക്ഷേ 2 ലക്ഷം ക്യാഷ് ആയിട്ട് തരാൻ അത് പറ്റും. മതി. ബാക്കി വരുന്ന തുക മാഡത്തിന്റെ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്ത് തരാം. ആ അത് കുഴപ്പമില്ല. വേഗം ഇടപാട് തീർത്ത് എന്നെ ഒന്ന് വിട്ടാൽ മതി. ശരി മാഡം. ബാങ്കിൽ ക്യാഷ് എടുക്കാൻ പോയ ആൾ വന്നിട്ടില്ല. അതിന്റെ ഒരു ചെറിയ താമസം ഉണ്ടാവും. പിന്നെ മാഡത്തിന്റെ അക്കൗണ്ട് നമ്പറും IFSC കോഡും ഒന്ന് തരണം. അയ്യോ, അതൊക്കെ പാസ്ബുക്ക് നോക്കിയാലേ അറിയാൻ പറ്റൂ. അത് എടുത്തിട്ടില്ല. എന്നൊരു കാര്യം ചെയ്യാം. ആ ആ തുകയ്ക്കുള്ളൊരു ചെക്ക് തരാം. ആ അത് കൊടുക്കാം. ആ, അത് മതി. അത് ബാങ്കിൽ കൊണ്ട് ഓ കൊടുത്താൽ മതി. മതി. എന്നാ അതാ നല്ലത്. എവിടെ ആളെവിടെ? ഇതാണ് സാറാണ്. എന്താ ഉടുത്തൊരുങ്ങി മുക്കുവണ്ടം മണയം വെച്ച് തട്ടിപ്പിന് ഇറങ്ങിയിരിക്കല്ലേ? തട്ടിപ്പോ? മുക്കുപണ്ടോ? സാർ എന്തൊക്കെയായി പറയുന്നേ? പത്തരമാറ്റ് സ്വർണ്ണമാ ഞാനിവിടെ പണയം വെക്കാൻ കൊണ്ടുവന്നത്. ആ സ്വർണ്ണം ഇങ്ങനത്തെ സാറിനെ കാണിച്ചു കൊടുക്ക്. അതിങ്ങടുത്തേ അല്ലേ? തന്നെ സാറിന് കാണിച്ചു കൊടുത്തു. ഞങ്ങൾ ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്താ സാറേ. അത് മുഴുവൻ കവറിങ് ഓർണമെന്റ്സാ. എന്റെ ഈശ്വരാ, സാറേ അത് അങ്ങനെ ഒരിക്കലും വരാൻ വഴിയില്ല. അയ്യോ, എന്റെ മകന്റെ കല്യാണത്തിന് സ്ത്രീധനം കിട്ടിയ സ്വർണ്ണം അത്. ആ, ഇത് തന്നെയല്ലേ നിങ്ങളിവിടെ പണയം വെക്കാൻ കൊണ്ടുവന്ന സ്വർണം? അതെ, ഇത് തന്നെ. ശരി, നമുക്ക് ഇത് സ്റ്റേഷനിൽ കൊണ്ട് ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. വന്ന് വണ്ടി കയറ്. അയ്യോ സാറേ, ഞാൻ എന്തിനാ സാറേ വരുന്നേ? കാര്യമുണ്ട്. ദേ ഇവരെ വിളിച്ചോണ്ട് വന്ന് വണ്ടി കയറി. വാ വാ. അവന്റെ ഫോൺ അവിടെ ഇരിക്കാന്ന് മകനെ ഫോണിൽ വിളിക്കണത്. സാറേ ഒന്ന് പറ സാറേ. മിണ്ടാതെ നടക്ക്. നിങ്ങൾ ആരെങ്കിലും ഒരാള് സ്റ്റേഷനിലേക്ക് വാ. ശരി സാർ. ഈ ഓർണമെന്റ്സ് ഞങ്ങൾ കൊണ്ടുപോവാ. മാനേജർ വരും. ശരി. ഓക്കെ, ശരി സാർ. എന്നാ പോയിട്ടു. അയ്യോ, എന്നെ നടക്ക് വീട്. ഇങ്ങോട്ട്. എന്റെ വീട്. ഇന്ദ്രേട്ടാ, ഇങ്ങോട്ടൊന്ന് വേഗം വാ. എന്താ? ഒന്ന് വാ ഇന്ദ്രേട്ടാ, വേഗം വന്നേ. എന്താ? ദേ ഇന്ദ്രേട്ടാ, അമ്മയല്ലേ? അതെ, അമ്മ എന്തിനാ പോലീസ് കൊണ്ടുപോണേ?